എന്ത് ചെയ്യാനാ കുഞ്ഞോളെ? എന്റെ നാവിൽ അതേ വരൂ. ഈ കുഞ്ഞോളെ എന്ന് വിളിക്കുന്ന ഒരു സുഖം രമാദേവിയിൽ കിട്ടില്ല. കുഞ്ഞിനെ വിളിച്ച് ശീലിച്ചതല്ലേ. അതുപോലെ ഞാൻ ഫോണിൽ പറഞ്ഞ കാര്യം ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയോ? എന്ന് നടത്താമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. അത് ഭദ്രേട്ട, അർജുന്റെ സമ്മതം കൂടി നമുക്ക് അറിയണ്ടേ? എന്തിന്? നിന്നെ അളിയൻ കല്യാണം കഴിച്ചത് അങ്ങനെ സമ്മതം വാങ്ങിയിട്ടാണോ? അനസൂയ അർജുൻ ഇഷ്ടമാണല്ലോ, അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നീ പറഞ്ഞ അവൻ കേക്ക്. പിന്നെന്താ? പഠിത്തവും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് അവൻ ഇത്രയും കാലം തിരക്കിലായിരുന്നു. ഇപ്പോഴവനൊന്ന് ഫ്രീ ആയത്. ഉടനെ വിവാഹം കഴിപ്പിച്ച് ആ വലിയ ഉത്തരവാദിത്വം കൂടി ഇപ്പോഴേ അവന്റെ ചുമലിലേക്ക് വെക്കണം. വിവാഹം കഴിഞ്ഞാൽ അവന് ജീവിതം ആസ്വദിക്കാലോ. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചുകൊണ്ടിരുന്ന നീലുവിനെ പരീക്ഷയുടെ അന്നാ ഞാൻ കെട്ടിക്കൊണ്ടുവന്നേ. ഇതിലൊന്നും ഒരു കാര്യമില്ല. അർജുന്റെ കാര്യം പറയുമ്പോ എന്റെ മോളുടെ ഒരു സന്തോഷം കാണണം. ആ സന്തോഷമാ എനിക്ക് നീലുവിനും വലുത്. ഭദ്രേട്ടൻ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് ഒരു പക്ഷേ ഇല്ല. എത്രയും വേഗം നമ്മൾ ഇതങ്ങ് നടത്തുന്നു. അതൊക്കെ ഞാൻ പറയാം. ഞാൻ തിരുമേനിയോടൊരു സഹായം ചോദിച്ചു വന്നതാ. സീതയും മോളെയും ഞാൻ തുമ്പികളുടെ അടുത്തേക്ക് അയച്ചു. ഞാൻ പോയില്ല. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അവരെ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അത് നന്നായി. നാട്ടില് മുഴുവൻ പ്രശ്നങ്ങളാ. മണിമാല തിരിച്ച് ദേവീ സന്നിധിയിൽ വെക്കാത്തത് കാരണം ദേവിയും കോപത്തിലാ. എല്ലാം ഒന്ന് കെട്ടടങ്ങട്ടെ. ദേവിക്കറിയാം ഞാൻ എന്റെ കുടുംബവും തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തിരുവേനയോട് ഒരു സഹായം ചോദിക്കാനാ. എനിക്ക് വേറെ എങ്ങും പോകാനിടയില്ല തിരുവേനി. കുറച്ച് ദിവസത്തേക്ക് എനിക്കിവിടെ അഭയം തരണം. ഇവിടെ നിന്നാലേ അറിയാനാകൂ. ഇവിടെ ആകുമ്പോ ആരും സംശയിക്കില്ല. കുറച്ചു ദിവസത്തേക്ക് മതി. പറ്റില്ല എന്ന് പറയരുത്. ശിവൻ ഇവിടെ തങ്ങുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സൗകര്യത്തിന്റെ പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊന്നും സാരമില്ല. ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയെ കഴിഞ്ഞോളാം. അല്ല, ശിവൻ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. ഞാൻ സുഹാസിനിയോട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ? താനിരിക്കും. ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. അതിന് ഞാനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ സാർ. സാറിന് എപ്പോ ഏത് നിമിഷം വേണമെങ്കിലും എന്നെ വിളിക്കാം. അങ്ങനെ ഒരു അനുവാദം തന്നതിന് താങ്ക്സ്. ഒരു മിനിറ്റ് ഫ്രീ ആയ പോലും തന്നെ വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നേ. അതെന്താ സാർ അങ്ങനെ? അതങ്ങനെ ചിലരെ നമുക്ക്, അതായത് നമ്മുടെ ജീവിതത്തിലെ. വെയിറ്റ് ഉത്തരം അറിയില്ലെങ്കിൽ സാർ ബുദ്ധിമുട്ടണമെന്നില്ല. നിന്നോട് ആരാ പറഞ്ഞ പൂവെടുത്ത് തലയെ വെക്കാൻ? ആരോട് ചോദിച്ചിട്ട് നീ അത് എടുത്തേന്ന്? ഇവിടെ നമ്മളെക്കാളൊക്കെ വില ജോലിക്ക് നിൽക്കുന്നവർക്കാന്നാ ഇവരുടെയൊക്കെ വിചാരം. ഇവിടെയുള്ളവരൊക്കെ പാവങ്ങളാ. അത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് നോക്കി. ഇവളെ എന്നെയും കണ്ടാ തോന്നും ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയും ഇവളിവിടുത്തെ കൊച്ചമ്മയാണെന്ന്. അത് വിടുന്നില്ലമേ, ഒരു പൂവിന്റെ കാര്യമല്ലേ. അങ്ങനെ വിടുന്നില്ല അമ്മാവ. ഇവരുടെ അഹങ്കാരം തീർത്തേ പറ്റൂ. ആ പൂ
തലേന്നെടുത്ത് മാറ്റിക്കേ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, ആ പൂ തലേന്നെടുത്ത് മാറ്റാൻ. എന്താ എന്താ ഇവിടെ ഒരു കശപിശ? ഈ വീട്ടിൽ ഞങ്ങൾക്കാണോ അതോ ഇവർക്കാണോ കൂടുതൽ സ്വാതന്ത്ര്യം എന്ന് ഞങ്ങൾക്ക് അറിയണം. അതിന് മാത്രം എന്താ പ്രശ്നം? ഇവളുടെ തലയിലിരിക്കുന്ന പൂ തന്നെയാ പ്രശ്നം. അമ്മാവൻ വേറെന്തോ കാര്യത്തിന് പറിച്ചു വെച്ചിരുന്നതാ, അമ്മയ്ക്ക് അത് കൊടുത്തില്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവരതെടുത്ത് തലയിൽ വെച്ചു. ഇതാണ് കാര്യം. അത് ഞാൻ ചന്ദ്രാമയ്ക്ക് പറിച്ചു വെച്ചിരുന്നല്ലേ. ഞാനാ ചന്ദ്രാമയെ പറഞ്ഞു വിട്ടത് ആ പൂ എടുത്തോളെ. അത് അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ. ചന്ദ്രാമേ വിഷമിച്ച് നിൽക്കാതെ പോയാട്ടെ. ഒന്ന് നിന്നേ.